ഹലോ! അപ്പൊ ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റില് ഒരു ഫിഷ് മസാലയും അത് വെച്ച് കിടിലൻ ഒരു ഫിഷ് ഫ്രൈയും എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയില മീനാണ് എടുത്തിട്ടുള്ളത് ട്ടോ. അപ്പൊ മീൻ ഏതായാലും കുഴപ്പമില്ല, മസാല എങ്ങനെ ആയാൽ മതി എന്നേ ഉള്ളൂ. അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള അയില മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തലയോട് കൂടിയിട്ടൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 6 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിന്റെ ഇല, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ മെയിൻ സാധനം ടൊമാറ്റോ. ഇതിന്റെ ഉള്ളിലത്തെ കുരുവൊന്നും വേണ്ട, പുറത്തെ ആ തോലുണ്ടല്ലോ, ദശ ഉണ്ടല്ലോ, അത് മാത്രം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോ കുരു പെട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താണെന്നറിയോ, കുറച്ച് പുളി കൂടി പോകും, അതാണ് കുഴപ്പം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുഴുവനായിട്ടും എരിവുള്ള മുളക് പൊടി. ഈ കാശ്മീരി മുളക് പൊടി ഇടണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതും ചേർത്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ, മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിന്റെയൊക്കെ അളവ് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മസാല മീനിന്റെ 2 സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെക്കുക, അപ്പോഴാവും ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയായാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഈ അയിലക്കുട്ടന്മാരെ നിരത്തി അങ്ങോട്ട് വെച്ചു. ഇനി തീയെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് മൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി. അപ്പൊ ഇനി മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഫിഷ് മസാല ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്ത് നോക്കി നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കണേ. ഒപ്പം തന്നെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.